ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്തെ വാഹന രജിസ്ട്രേഷൻ രേഖകളും ഇന്നു മുതൽ ഡിജിറ്റലായി മാറും. അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സോഫ്റ്റ്വെയറിലും മാറ്റം വരുത്തി. കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കർ, പരിവാഹൻ എന്നിവയിലും ആർസിയുടെ ഡിജിറ്റൽ പകർപ്പ് ലഭിക്കും. അച്ചടി തടസ്സപ്പെട്ടതിനാൽ കുടിശ്ശികയുള്ള 10 ലക്ഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ഇതോടൊപ്പം ഡിജിറ്റലായി നൽകും. കാർഡിനുള്ള തുക ഈടാക്കിയിട്ടുള്ളതിനാൽ അച്ചടി പുനരാരംഭിക്കുമ്പോൾ ഇവ വിതരണം ചെയ്യും. കാക്കനാട്ടുള്ള അച്ചടി കേന്ദ്രത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. അച്ചടി കരാർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനത്തിന് പ്രതിഫലം നൽകാത്തതിനെ തുടർന്നാണ് കാർഡ് വിതരണം തടസ്സപ്പെട്ടത്. 10 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്. ഇത് നൽകാത്തതിനാൽ അച്ചടി പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് കാർഡ് വിതരണം പൂർണ്ണമായി ഒഴിവാക്കി ഡിജിറ്റലിലേക്ക് മാറാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം അച്ചടി ചെലവ് ഇല്ലാതാകുന്നതിന്റെ സാമ്പത്തിക നേട്ടം വാഹന ഉടമയ്ക്കുണ്ടാകില്ല. ഫീസ് ഇനത്തിൽ സർക്കാരിനുള്ള വരുമാനം കുറയുന്നത് ഒഴിവാക്കാൻ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിലും ഇതേ രീതിയാണ് നടപ്പിലാക്കിയത്. പുതിയ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാകരുതെന്ന് ധനവകുപ്പ് നിലപാട് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് വെയിൽസിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു. വെയിൽസ് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. കേരളത്തിലെ ദന്ത ഡോക്ടർമാർക്കും സൈക്യാട്രി നഴ്സുമാർക്കുമാണ് കൂടുതൽ അവസരങ്ങൾ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെട്ട സംഘം നേരത്തെ വെയിൽസ് സന്ദർശിച്ചിരുന്നു. ആരോഗ്യമേഖലയിൽ പ്രതിവർഷം 250 പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് 2024 മാർച്ച് 1 നോർക്ക ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. 2 വർഷത്തിനിടെ 500 മലയാളികൾ വെയിൽസിൽ ജോലി നേടി. ഇതിനു പുറമെയാണ് കൂടുതൽ അവസരം വരുന്നത്. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ ക്യാൻസർ സ്ക്രീനിംഗിനെ വെയിൽസ് മന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ 446 നഴ്സുമാരും 52 ഡോക്ടർമാരും വെയിൽസിൽ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെബി സ്പെഷ്യലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന പുതിയ നിക്ഷേപം അവതരിപ്പിച്ചു. ഏപ്രിൽ 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതി പ്രകാരം കുറഞ്ഞത് 10 ലക്ഷം രൂപയുടെ നിക്ഷേപം ആവശ്യമാണ്. ഉയർന്ന റിസ്ക് എടുക്കാൻ താൽപര്യമുള്ള നിക്ഷേപകരെയാണ് സെബി ലക്ഷ്യമിടുന്നത്. ഇത് 3 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജർമാർക്ക് ഈ വിഭാഗത്തിൽ വിവിധ നിക്ഷേപ തന്ത്രങ്ങൾക്കുള്ള അവസരം നൽകും. 1996 സെബി റെഗുലേഷൻസ് ഭേദഗതിയിലൂടെയാണ് ഈ ചട്ടക്കൂട് അവതരിപ്പിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയിൽ നിന്നുള്ള അധിക പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ മാർച്ച് 31 പുറത്തുവരുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 400 അപ്രന്റീസ് തസ്തികകളിലേക്ക് തൊഴിൽ വിജ്ഞാപനം നടത്തി ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ മാർച്ച് 15 മുൻപായി ബാങ്ക് ഓഫ് ഇന്ത്യ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. 800 രൂപയും GSTയുമാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വനിതാ ഉദ്യോഗാർത്ഥികൾ 600 രൂപയും GSTയും അടച്ചാൽ മതിയാവും. കുറഞ്ഞ പ്രായപരിധി 20 വയസ്സും പരമാവധി പ്രായപരിധി 28 വയസ്സുമാണ്. ചട്ടപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്.